നമുക്ക് 7 ശരീരങ്ങളുണ്ട്. ഓരോ ശരീരത്തിലും ഓരോ തരത്തിലുള്ള അല്ലെങ്കിൽ ഓരോ തലത്തിലുള്ള സ്വപ്നങ്ങളാണ്. ഓരോ ശരീരത്തിൻ്റെ അനുഭവവും യാഥാർത്ഥ്യവും വളരെ വ്യത്യസ്തമാണ്. കേൾക്കുമ്പോൾ ഒരേ സമയം അത്ഭുതവും വിചിത്രവുമായി തോന്നുന്ന 7 ശരീരങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. സ്പിരിച്വൽ നോളജ് എന്നത് വളരെ വാസ്റ്റാണ്. അത് വളരെ വലുതാണ്. ഇതിനുള്ളിൽ ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്. ഒരു ട്രഡീഷനിൽ നിന്ന് മറ്റൊരു ട്രഡീഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് അറിവുകൾ ഒരുപോലെ ആയിരിക്കുമെങ്കിലും ചില കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത്തരത്തിൽ ഒരാൾക്ക് എത്ര ശരീരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഓരോ ട്രഡീഷനിലും വ്യത്യസ്തമായ അറിവുകളുണ്ട്. ചിലത് പ്രകാരം ഒരാൾക്ക് 3 ശരീരമാണ്, ചിലത് പ്രകാരം ഒരാൾക്ക് 5 ശരീരങ്ങളാണ്, എന്നാൽ മറ്റു ചിലത് പ്രകാരം ഒരാൾക്ക് 7 ശരീരങ്ങളാണ്. ഈ എല്ലാ അറിവും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ വീഡിയോ ബേസ് ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് 7 ശരീരങ്ങളുണ്ട് എന്ന കോൺസെപ്റ്റിലാണ്. ആദ്യം നമുക്ക് ഈ 7 ശരീരങ്ങളുടെ പേരുകൾ കേൾക്കാം. ഫിസിക്കൽ ബോഡി, ഏഥറിക് ബോഡി, ആസ്ട്രൽ ബോഡി, മെൻ്റൽ ബോഡി, സ്പിരിച്വൽ ബോഡി, കോസ്മിക് ബോഡി, അവസാനത്തേത് നിർവാണിക് ബോഡി. ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡി അഥവാ ഭൗതിക ശരീരത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് കേൾക്കാം. ഈ ശരീരത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അന്നമയ കോശ. അന്നം എന്നാൽ ഭക്ഷണം എന്നർത്ഥം. നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കിയെടുത്തതാണ് ഇന്നത്തെ ശരീരം. ജനിക്കുമ്പോൾ നമുക്ക് ഇത്ര വലിയ ശരീരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ കഴിച്ച ഭക്ഷണമാണ് സാവധാനം ഇന്നത്തെ ശരീരമായി മാറിയത്. അതുകൊണ്ട് ഇതിനെ അന്നമയ കോശ എന്നും വിളിക്കുന്നു. നമ്മുടെ ശരീരം ചില പ്രത്യേകതരം സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പറയുന്നത് മിക്കപ്പോഴും ശരീരം സ്വപ്നങ്ങൾ സൃഷ്ടിക്കുക ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുള്ളപ്പോഴാണ് എന്നാണ്. എന്തെങ്കിലും സുഖക്കുറവുള്ളപ്പോൾ, ഉദാഹരണത്തിന് പനിയുള്ളപ്പോൾ, അല്ലെങ്കിൽ വയറിന് സുഖമില്ലാത്തപ്പോൾ. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തി വെച്ച് കഴിഞ്ഞാൽ അതും സ്വപ്നങ്ങളായി മാറുന്നു അത്രേ. ഇത് പലർക്കും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ വ്രതമെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് നാൾ ഡയറ്റിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ സ്വപ്നത്തിൽ ഭക്ഷണത്തെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ശരീരം സൃഷ്ടിക്കുന്ന സ്വപ്നമാണ്. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെന്തെങ്കിലും ആഗ്രഹത്തെ അടിച്ചമർത്തി വെച്ച് കഴിഞ്ഞാൽ അവയും സ്വപ്നമായി മാറുന്നു. ശരീരം സ്വപ്നങ്ങളെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പുറത്തു നിന്ന് നമുക്ക് ഈ സ്വപ്നങ്ങളെ സൃഷ്ടിക്കാനോ ഉത്തേജിപ്പിക്കാനോ സാധിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ കാലിൽ നമ്മൾ നനഞ്ഞൊരു തുണി ഇടുകയാണെങ്കിൽ അയാൾ സ്വപ്നം കാണുക അയാൾ ചെളിവെള്ളത്തിൽ ചവിട്ടിയെന്നോ അല്ലെങ്കിൽ പുഴയിലൂടെ നടക്കുകയാണെന്നൊക്കെ ആയിരിക്കും. അയാളുടെ നെഞ്ചിൽ നമ്മൾ തലയിണെടുത്തിടുകയാണെങ്കിൽ അയാൾ സ്വപ്നം കാണുക അയാളുടെ നെഞ്ചിൽ ആരെങ്കിലും വന്നിരുന്നെന്നോ അല്ലെങ്കിൽ കല്ല് വന്ന് വീണെന്നൊക്കെ ആയിരിക്കും. അടുത്തത് ഏഥറിക് ബോഡിയുടെ സ്വപ്നങ്ങളാണ്. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഇതുവരെ കേട്ടതല്ല നമുക്ക് മനസ്സിലാക്കാനും വിശ്വസിക്കാനും വളരെ എളുപ്പമുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ളത് വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമായിരിക്കും. നിങ്ങളിത് ഒരു നല്ല അറിവായി മാത്രം കാണുക. ഈ വീഡിയോയിൽ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജെനുവിനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ അന്വേഷണം ആരംഭിക്കുക. ഒരിക്കൽ നിങ്ങൾക്ക് യഥാർത്ഥ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വായിച്ചാൽ മാത്രം കിട്ടുന്ന ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ വീഡിയോ നല്ലൊരു അറിവായി മാത്രം കാണുക. ഇനി നമുക്ക് ഏഥറിക് ബോഡിയുടെ സ്വപ്നത്തിലേക്ക് കിടക്കാം. എന്താണ് ഇതിന് മാത്രം പ്രത്യേകത? ആ പ്രത്യേകത ഇതാണ്: ഏഥറിക് ശരീരത്തിന് യാത്ര ചെയ്യാൻ സാധിക്കും. ഏഥറിക് ശരീരം അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നത്തിനിടയിൽ ഈ ശരീരം യാത്ര ചെയ്യാറുണ്ട്. ഇതെപ്പോഴും സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്, പക്ഷെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നും ഏഥറിക് ശരീരം പുറത്തു പോകുന്നു. അത് യാത്രകൾ ചെയ്യുന്നു. നമ്മുടെ ഫിസിക്കൽ ബോഡി അഥവാ ഭൗതിക ശരീരം ഇവിടെ തന്നെ കിടപ്പുണ്ടാവും. പക്ഷെ നമ്മുടെ ഏഥറിക് ശരീരം
ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. അതിന് ദൂരം ഒരു പ്രശ്നമേ അല്ല. എവിടെ വരെ വേണമെങ്കിലും അതിന് പോയി വരാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ സ്വപ്നത്തിൽ നമ്മൾ ചില സ്ഥലങ്ങൾ കാണാറില്ലേ? ഈ സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ നേരിട്ട് ചെന്ന് കാണും. എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഏതരിക് ശരീരം ആ ദൂരം സഞ്ചരിച്ച് ആ സ്ഥലത്ത് പോയി കാണാം. ഫിസിക്കൽ ബോഡി ഇവിടെ തന്നെ ഉണ്ടാകും, പക്ഷേ ഏതരിക് ശരീരം ആ സ്ഥലം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അടുത്ത ദിവസം നമ്മൾ ഉണരുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്നത് ഇതൊരു സാധാരണ സ്വപ്നമായിട്ടാണ്. സ്വപ്നത്തിൽ നമ്മളൊരു സ്ഥലം കണ്ടെന്നേ നമ്മൾ വിചാരിക്കുകയുള്ളൂ. ബട്ട് ഇൻ റിയാലിറ്റി യു മൈറ്റ് ഹാവ് വിസിറ്റഡ് ദ പ്ലേസ്. ഏതരിക് ശരീരം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരിതിനെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ആക്ടിവിറ്റി ആയിട്ടാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു തെറ്റായൊരു ധാരണയാണ്. സത്യത്തിൽ ഇതൊക്കെ ഏതരിക് ശരീരത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. സാധാരണ സ്വപ്നങ്ങളെ ശരീരത്തിൻ്റെ പുറത്തു നിന്ന് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കുറച്ചു മുൻപ് കേട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതുപോലെ തന്നെ ഏതരിക് സ്വപ്നങ്ങളെ അല്ലെങ്കിൽ ഏതരിക് വിഷൻസിനെ നമുക്ക് പുറത്തു നിന്ന് സൃഷ്ടിക്കാൻ സാധിക്കും. ഇതിനൊരുപാട് വഴികളുണ്ട്. അതിലൊന്ന് മന്ത്രങ്ങളുടെ ഉപയോഗമാണ്. ചിലപ്പോൾ ചില മന്ത്രങ്ങൾ, ചിലപ്പോൾ ഒരു വാക്ക്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചില ശബ്ദങ്ങൾ, ഇത് റിപ്പീറ്റഡായി പറയുമ്പോൾ പറയുന്ന ആൾക്ക് ഏതരിക് ഡ്രീം അല്ലെങ്കിൽ ഏതരിക് വിഷൻ കാണാൻ സാധിക്കുന്നു. മന്ത്രങ്ങൾ മാത്രമല്ല ഉപയോഗത്തിലുള്ളത്, വേറെയും ചിലതുണ്ട്. സൂഫി സന്യാസിമാർ ഉപയോഗിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളാണ്, പെർഫ്യൂംസ്. അതെ, പെർഫ്യൂംസിൻ്റെ സഹായത്തോടെ സൂഫി സന്യാസിമാർക്ക് ഏതരിക് ഡ്രീംസ് കാണാൻ സാധിക്കുന്നു. നിറങ്ങളും മറ്റൊരു വസ്തുവാണ്. പലരും നിറങ്ങൾ ഉപയോഗിച്ചും ഏതരിക് ഡ്രീംസ് അല്ലെങ്കിൽ ഏതരിക് വിഷൻസ് കാണാറുണ്ട്. നിങ്ങൾ ധ്യാനിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോഴൊക്കെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ചില നിറങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ സംഗീതം കേട്ടിട്ടുണ്ടാവും. ഇവയൊക്കെ ഏതരിക് ബോഡിയുടെ അനുഭവങ്ങളാണ്. ഇവയൊക്കെ ഏതരിക് ഡ്രീമുകളാണ്. ചില ആൾക്കാർക്ക് അവരുടെ ഗുരുവിൻ്റെ ദർശനം കിട്ടിയതായിട്ട് പറയാറില്ലേ? ഇത് ഏതരിക് ട്രാവലാണ്. അവരുടെ ഗുരു ഏതരിക് ബോഡിയിലാണ് അവർ കാണുന്നത്. അടുത്തത് മൂന്നാമത്തെ ശരീരമാണ്. മൂന്നാമത്തെ ശരീരം ആസ്ട്രൽ ബോഡിയാണ്. ആസ്ട്രൽ ബോഡിയുടെ സ്വപ്നങ്ങൾ അഥവാ ആസ്ട്രൽ സ്വപ്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇവയ്ക്ക് നിങ്ങളെ നിങ്ങളുടെ മുൻ ജന്മങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് മൂന്നാമത്തെ തലത്തിലെ സ്വപ്നമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സാധാരണ സ്വപ്നങ്ങളിലും ഏതരിക് സ്വപ്നങ്ങളുടെയും ആസ്ട്രൽ സ്വപ്നങ്ങളുടെയും അംശമുണ്ടാവും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ സ്വപ്നം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരിക്കും. നമുക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോഴെങ്കിലും നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചില സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. ഇത് ഒന്നിൽ കൂടുതൽ ശരീരങ്ങളുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. ചിലപ്പോഴൊക്കെ ഒരു ശരീരത്തിൽ നിന്നും മറ്റു ശരീരത്തിലേക്ക് ചില കാര്യങ്ങൾ പാസ് ചെയ്ത് വരുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ആദ്യത്തെ ശരീരം, ഫിസിക്കൽ ശരീരത്തിൻ്റെ സ്വപ്നങ്ങളിൽ ശരീരം എങ്ങോട്ടും പോകുന്നില്ല. അതെവിടെയാണോ അതവിടെ തന്നെയാണ്. നമ്മുടെ രണ്ടാമത്തെ ശരീരമായ ഏതരിക് ശരീരത്തിന് ദൂരം ഒരു പ്രശ്നമല്ല. എത്ര ദൂരം വേണമെങ്കിലും അതിന് സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷെ സമയത്തിൻ്റെ കാര്യത്തിൽ അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ ശരീരമായ ആസ്ട്രൽ ശരീരത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് സമയം ഒരു പ്രശ്നമല്ല. അവയ്ക്ക് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, പുറകോട്ട് മാത്രം. എത്ര മുൻജന്മങ്ങൾ വേണമെങ്കിലും നമുക്ക് ആസ്ട്രൽ സ്വപ്നങ്ങളിലൂടെ കാണാൻ സാധിക്കും. മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സ്വപ്നങ്ങളുമുണ്ട്, ഭാവി കാണാൻ സാധിക്കുന്ന സ്വപ്നങ്ങളുമുണ്ട്. അവയെക്കുറിച്ച് പിന്നീട് പറയാം. പറയുന്നത് മാനസികാസുഖങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ 3 ശരീരങ്ങൾ തമ്മിലുള്ള വേർതിരിവ് നഷ്ടമാകുന്നു അത്രേ. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ മുൻ ജന്മത്തിലെ കാഴ്ചകൾ ആസ്ട്രൽ ഡ്രീംസായി കാണാൻ സാധിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് ആരും വിശ്വസിക്കില്ല. അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും ചിലപ്പോൾ വലിയ ബോധം കാണില്ല. അവരും ഇതിനെ വെറും ഒരു സ്വപ്നമായി കാണും. ആസ്ട്രൽ സ്വപ്നങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന സ്വപ്നങ്ങൾ പോലെയല്ല. ഇവയ്ക്ക് കുറെ കൂടി ആഴമുണ്ട്, കുറെ കൂടി അർത്ഥമുണ്ട്, കുറച്ചധികം പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവർക്ക് പുറകോട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. വരാൻ പോകുന്നത് എന്താണെന്ന് ആസ്ട്രൽ സ്വപ്നങ്ങൾക്കും അറിയില്ല. അവ സാധിക്കുന്നത് അടുത്ത ശരീരത്തിലാണ്, മെൻ്റൽ ബോഡിയിൽ. മെൻ്റൽ ബോഡിക്ക് ഫ്യൂച്ചറും കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്ന മെൻ്റൽ ബോഡി ഉൾപ്പെടെ
4 ശരീരങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, രണ്ടാം ഭാഗം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ സ്വപ്നങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ നല്ല അറിവ് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ഈ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ആണ്. ട്രൂ ലവ് അഥവാ യഥാർത്ഥ സ്നേഹം എന്നത് സത്യമാണോ? യഥാർത്ഥ സ്നേഹം അനുഭവിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? യഥാർത്ഥ സ്നേഹവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാർഡിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കാണുക.